ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു 0 to 3 month ബേബിക്ക് വരുന്നിട്ടുള്ള ഒരു ഷൂവിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഷൂവിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 6 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ വീതി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം 10 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം 3 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, വീതിയായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഷൂവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം 1/4 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്തിട്ട് വേണം പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സീം അലവൻസ് പ്രത്യേകം മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സീം അലവൻസ് മാർക്ക് ചെയ്യാതെ നമ്മൾ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുമ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോയാൽ ഇതിൻ്റെ എല്ലാം സൈസ് മൊത്തം മാറും. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പേര് എനിക്ക് PM-ലും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ടും കമൻറ്റിലൊക്കെ ആയിട്ടും മെസ്സേജ് ആക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഷൂവിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഇതിനൊരു ടൈം കിട്ടിയത്. അപ്പം കുറേ മുന്നേ എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. എനിക്ക് ടൈം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ അത്ര ഈസി അല്ലല്ലോ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒന്നും. സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഈസിയും തോന്നുന്നു. എന്നെ സംബന്ധിച്ച് എഡിറ്റിങ് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാലല്ല 1/2 ഇഞ്ച് വേണം പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട്. ആ ഭാഗം മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തതിന് ശേഷം സീം അലവൻസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പാറ്റേണും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഷൂ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നായിട്ട് തോന്നില്ല. കാരണം കസ്റ്റമർ ഓർഡർ തരുമ്പം തന്നെ നമുക്ക് ഷൂ അങ്ങനെ ഓരോ പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ 0 to 3 month ആണ്. നമ്മൾ വേറെ സൈസുകൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് എലാസ്റ്റിക് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് 3 പാറ്റേൺ ആണ് വരുന്നത്. അതിൽ 3ാമത്തെ പാറ്റേൺ എലാസ്റ്റിക് വരുന്ന ഭാഗമാണ്. നമ്മൾ ടാപ്പിൽ കാണുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് പരത്തി വെച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷർമെൻറ്റിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഒരു അർദ്ധവൃത്തത്തിൽ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് വേണം കേട്ടോ വെക്കാൻ. അതെന്തിനാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം 1 ഇഞ്ച് പുറത്തേക്കാക്കി മാർക്ക് ചെയ്യാം. അതിപ്പോൾ ഒരു 3/4 ഇഞ്ച് എടുത്താലും മതി കേട്ടോ. 1 ഇഞ്ചിൻ്റെ വേണമെന്നില്ല. ഞാൻ 3/4 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ എന്തോ ഒരു ഇതിൽ അങ്ങനെ 1 ഇഞ്ച് എടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുത്ത് അത്ര പരിചയമുള്ള ആളല്ല. അപ്പോൾ കുറേ ആയിട്ട് എടുത്തു വെച്ച വീഡിയോ ആയിട്ട് ഒരുപാട് ആൾ പറഞ്ഞത് കൊണ്ടുമാണ് കേട്ടോ അതിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ക്ലോത്തിലേക്കുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്